ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. ഏപ്രിൽ 10-നാണ് തെരഞ്ഞെടുപ്പ്. അതായത് ഇനി 27 ദിവസം മാത്രമാണ് മുന്നണികളുടെ കയ്യിൽ ബാക്കിയായി നിൽക്കുന്നത്. അതുകൊണ്ട് മുന്നണികൾക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ അധിക സമയം ബാക്കിയില്ല. ഇന്ന് അഥവാ നാളെയെങ്കിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിക്കണം. അതിൻ്റെ എരിപൊരി സഞ്ചാരത്തിലാണ് മുന്നണികളുടെ നേതൃത്വം ഇപ്പോഴുള്ളത്. ആ സാഹചര്യത്തിൽ സീറ്റ് നിർണയനം എന്ന കടമ്പ കടക്കാൻ മുന്നണികൾ പെടാപ്പാടുപെടുന്നതിൻ്റെ വാർത്തയാണ് പത്രലോകം ഇന്ന് തരുന്നത്. സീറ്റ് വിഭജനം ഇരു മുന്നണികളെ സംബന്ധിച്ചും ഏകദേശം അനിശ്ചിതത്വം ബാധിച്ച അവസ്ഥയിലാണ് എന്ന് പത്രലോകം പറയുന്നു. സിറാജ് എന്ന പത്രം കാണുക. അതിൻ്റെ ആദ്യ വാർത്ത, ലീഡ് വാർത്ത, സീറ്റ് നിർണയം അനിശ്ചിതത്വം ബാക്കി എന്ന ശീർഷകത്തിൽ ആ വാർത്ത നമ്മെ തേടിയെത്തുമ്പോൾ അതിൻ്റെ ഉള്ളടക്കങ്ങൾ കാണുക. ചാക്കോ ഉടക്കി, ചാലക്കുടിയിൽ നിന്ന് മാറാതെ ധനപാലൻ തുടങ്ങി 16 MP-മാർ ജയിച്ചു കയറി കോൺഗ്രസിൻ്റെ കഴിഞ്ഞ തവണ. അതിൽ 10-ലധികം ആളുകൾ പഴയ സീറ്റുകൾ നിലനിർത്തിക്കൊണ്ടേ ഇരിക്കുന്നു. അതുതന്നെയായിരിക്കും ഒരുപക്ഷെ പഴയ സീറ്റുകൾ പഴയ ആളുകൾ നിലനിർത്തുമ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയം കിട്ടും എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഒരു തിരിച്ചടിക്ക് കാരണം ഒരുപക്ഷെ അതായി മാറിക്കൂടായികയില്ല. സീറ്റ് നിർണയം UDF-ലും അനിശ്ചിതത്വം ബാക്കിയായിരിക്കുന്നു. ടി സിദ്ദിഖ് കാസർകോട്ട്, തൃശ്ശൂരിൽ അനിൽ അക്കരയ്ക്ക് സാധ്യത. തിരുവനന്തപുരത്ത് വാർത്ത സിറാജ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരം: തൃശ്ശൂർ MP PC ചാക്കോയുടെ സ്ഥാനാർത്ഥിത്വവും ഇടുക്കിയിൽ ഇനിയും അടങ്ങാത്ത ആശയക്കുഴപ്പവും UDF-ലും NCP അടക്കമുള്ളവരുടെ കടുംപിടുത്തം LDF-ലും സീറ്റ് വിഭജനം അനിശ്ചിതാവസ്ഥയിലാക്കുന്നു. മണ്ഡലം മാറണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടാത്തതിനെ തുടർന്നാണ് PC ചാക്കോയുടെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായത്. സിറ്റിംഗ് MP-മാരിൽ PT തോമസിനും സീറ്റ് ഉണ്ടാകില്ല എന്നാണ് സൂചന. തൃശ്ശൂർ ഒഴികെ കോൺഗ്രസ് മത്സരിക്കുന്ന മറ്റ് സീറ്റുകളുടെ കാര്യത്തിൽ ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ ധാരണയായി. കൊല്ലം സീറ്റ് നേരത്തെ തന്നെ RSPക്ക് വിട്ടുകൊടുത്തിരുന്നു. മറ്റു മണ്ഡലങ്ങളിലെല്ലാം സിറ്റിംഗ് MP-മാർ തന്നെ മത്സരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. ഇനി ഇടുക്കി, സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റിയ മലയോര കർഷകരുടെ പ്രതിഷേധത്തിന് ശരവ്യമായ PT തോമസ് മാറേണ്ടി വരുന്ന, പലായനം ചെയ്യേണ്ടി വരുന്ന ഇടുക്കിയുടെ അവസ്ഥ എന്താണ്? കേരള കോൺഗ്രസും ഇടുക്കിയും തമ്മിലുള്ള നാഭീനാള ബന്ധത്തിൻ്റെ ഏറ്റവും പുതിയ മുഖമെന്ത്? അത് UDF-ന് പുതിയ തലവേദനയാകുന്നു. സിറാജ് അതും ഒന്നാം വാർത്തയ്ക്കൊപ്പം റിപ്പോർട്ട് ചെയ്യുന്നു. ഇടുക്കി കേരള കോൺഗ്രസ് കീഴടങ്ങുന്നു എന്നല്ല പറയേണ്ടത്, കീഴടങ്ങി എന്നാണ് കാണുക. കസ്തൂരിരംഗൻ റിപ്പോർട്ട് മുൻനിർത്തി ഇടുക്കി സീറ്റ് പിടിക്കാനിറങ്ങിയ കേരള കോൺഗ്രസ് മാണി വിഭാഗം നിലപാട് മയപ്പെടുത്തുന്നു. സിറ്റിംഗ് സീറ്റായ ഇടുക്കി വിട്ടുനിൽക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയ കോൺഗ്രസ് ഈ സീറ്റിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ദില്ലിയിൽ. ആ തീരുമാനത്തിന് തൊട്ടുമുമ്പ് KM മാണിയുമായി VM സുധീരൻ സംസാരിക്കുകയും തങ്ങളുടെ നിസ്സഹായതയോ അല്ലെങ്കിൽ അവസ്ഥയോ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തതായി VM സുധീരൻ ഇന്നലെ ദില്ലിയിൽ തന്നെ പ്രസ്താവിച്ച് കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് കേരള കോൺഗ്രസ് കീഴടങ്ങുക തന്നെയാണ് ചെയ്തത്. വലിയ പടക്കുതിരകളുടെ പഴയ പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നവകാശപ്പെടുന്നുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ കടുംപിടുത്തത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. മലയോര കർഷകരുടെ താൽപ്പര്യങ്ങൾ കൈയൊഴിഞ്ഞിരിക്കുന്നു. 28 ലക്ഷം ജനതയുടെ, ഒരുപക്ഷെ കേരള കോൺഗ്രസിന് ഏറ്റവും അധികം പിന്തുണ നൽകുന്ന ജനതയുടെ ഇടയിൽ ആ പാർട്ടി ഒറ്റപ്പെടാൻ ഇടയാക്കിയതിൻ്റെ കാരണം ഒരു അച്ഛന് മകൻ്റെ മേലുള്ള വാത്സല്യങ്ങളാണ്. കരുണാകരന് മുരളീധരനുള്ള വാത്സല്യം, പത്മജയോടുള്ള വാത്സല്യം, ഇതൊക്കെ 3 പേരും ഒന്നിച്ച് തോറ്റമ്പിയ ഒരു തെരഞ്ഞെടുപ്പിലൂടെ മലയാളികൾ പകരം വീട്ടിയ വാത്സല്യ താൽപ്പര്യമാണെങ്കിൽ ഇതാ കേരള കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനായ KM മാണിയുടെ പുത്രന് ജയിക്കാൻ വേണ്ടി, കോട്ടയത്ത് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇടുക്കി വിട്ടൊഴിഞ്ഞു പോയിരിക്കുന്നു KM മാണി. അതാണ് സംഭവിച്ചത്. ഒരച്ഛൻ്റെ വാത്സല്യത്തിന് ഒരു പാർട്ടി ബലി കൊടുത്തിരിക്കുന്നു. കോൺഗ്രസും ബലി കൊടുത്തു, കേരള കോൺഗ്രസും ബലി കൊടുത്തു. അതാണ് ഇടുക്കി നൽകുന്ന ഏറ്റവും പുതിയ രാഷ്ട്രീയ പരിസ്ഥിതി. സിറാജ് എന്ന പത്രം മറ്റൊരു കാര്യം കൂടി പറയുന്നു. സീറ്റിലുറച്ച് NCP LDF-ൽ ധാരണയായില്ല. RSP പിരിഞ്ഞു. ജനതാദളിന് ഒരു സീറ്റ് നൽകാം എന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. മിക്കവാറും
ആ സീറ്റ് കോട്ടയമാകാനാണ് ഇട. അത്തരമൊരു സാഹചര്യത്തിൽ NCPയും മുറുക്കുന്നു. കടുംപിടുത്തം ഉള്ള NCP മുന്നണി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക വരെ ചെയ്തു. അത് പുതിയ അനിശ്ചിതത്വത്തിന് വഴിവെച്ചിരിക്കുന്നു LDF ക്യാമ്പിൽ. മലപ്പുറത്ത് പുതിയ സ്ഥാനാർത്ഥിയെ LDF തേടുന്നു. സീറ്റ് ആവശ്യത്തിൽ NCP ഉറച്ചു നിൽക്കുന്നതിനാൽ LDFിലെ സീറ്റ് വിഭജനം നീളുന്നു. കോട്ടയം സീറ്റ് ജനതാദൾ-എസിന് നൽകി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നതിനിടെയാണ് NCPയും സ്വരം കടുപ്പിച്ചത്. അത്തരമൊരു സാഹചര്യത്തിൽ NCP മറുകണ്ഠം ചാടി മറ്റേ മുന്നണിയിലേക്ക് പോകില്ല. RSP പോയാലും വലിയ ക്ഷീണം LDFിന് വരാനിടയില്ല. RSP എന്ന പാർട്ടിയേക്കാൾ ബഹുജനപരമായ JSS എന്ന പാർട്ടിയും അതിൻ്റെ സ്റ്റാർ നേതാവായിരിക്കുന്ന KR ഗൗരിയമ്മയും ഇടതുപക്ഷത്തേക്ക് വരുന്നത് കൊണ്ട് അത് പരിഹരിക്കപ്പെടും. NCP ഏതായാലും അപ്പുറം മാറില്ല, മറിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. അതാണ് LDFിൽ അനിശ്ചിതത്വം ബാക്കിയാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷവും അത് അനുഭവിക്കുന്നു എന്ന നിലയ്ക്കാണ് സിറാജ് വാർത്ത തന്നിരിക്കുന്നത്. ഇനി കൗണ്ട് ഡൗണിന് ഭാഗമായി 27 ദിവസം മാത്രം തെരഞ്ഞെടുപ്പിന് അവശേഷിക്കെ രാഷ്ട്രീയ ചിത്രം നൽകുന്ന പത്രങ്ങൾ നൽകുന്ന രാഷ്ട്രീയ ചിത്രം, ഏറ്റവും പുതിയ രാഷ്ട്രീയ ചിത്രം ഇതാണ്. മലയാള മനോരമയുടെയും ലീഡ് തെരഞ്ഞെടുപ്പ് വാർത്ത തന്നെ ഇനി തുടർന്നും അങ്ങനെ തന്നെയായിരിക്കാനാണ് ഇട. കടമ്പയായി തൃശ്ശൂർ, കോൺഗ്രസിൻ്റെ മറ്റ് സീറ്റുകളിൽ ധാരണ. ഇടുക്കിയിൽ ഡീൻ PT തോമസിന് പാർട്ടി പദവി, തൃശ്ശൂരിൽ മത്സരിക്കാനില്ല എന്ന് ചാക്കോ. ചാലക്കുടിയും തൃശ്ശൂരും വെച്ചുമാറാൻ ശ്രമം. KP ധനപാലനെയും CN ബാലകൃഷ്ണനെയും ദില്ലിയിലേക്ക് പെട്ടെന്ന് വിളിപ്പിച്ചു തോമസ് ഡൊമിനിക്ക്. അതിൻ്റെ വിശേഷങ്ങൾ ലീഡ് വാർത്തയാക്കി മലയാള മനോരമയിലൂടെ തരുന്നു. കോൺഗ്രസിൻ്റെ സാധ്യതാ പട്ടികയെ സംബന്ധിച്ച ഒരു നിരീക്ഷണവും മനോരമ നടത്തിയിരിക്കുന്നു. സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കാൻ കോൺഗ്രസ് ശ്രമം. ചാക്കോ മത്സരിക്കുന്നില്ല എന്ന നിലപാട് തുടർന്നാൽ സമവാക്യങ്ങൾ മാറും. തൃശ്ശൂർ, ഇടുക്കി, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ സാമുദായിക പരിഗണനയോടെ വിപുലമായ അഴിച്ചുപണി വേണ്ടിവരും എന്നൊക്കെ മലയാള മനോരമ നിരീക്ഷിക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിൻ്റെ അനിഷേധ്യനായ നേതാവ് ഇതുവരെ ഒരു മൂവർ സംഘം, VM സുധീരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, ഈ മൂവർ സംഘം നൽകിയ സാധ്യതാ പട്ടിക പരിശോധിച്ചിട്ട് പോലുമില്ല. ഇന്നായിരിക്കും ആ പരിശോധന. അതിലൂടെ അട്ടിമറി മാറ്റങ്ങൾ ഇക്കാര്യത്തിൽ സംഭവിച്ചുകൂടായികയില്ല. VM സുധീരനെ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവായി KPCC പ്രസിഡന്റായി ഇവിടെ കെട്ടിയിറക്കിയ അത്ഭുതമുണ്ടല്ലോ, അതുപോലെയുള്ള അത്ഭുതങ്ങൾ സാധ്യതാ ലിസ്റ്റിലും സംഭവിച്ചുകൂടായികയില്ല. അത് നമുക്ക് ഇന്ന് ഉച്ചയോടെ തിരിയും. അത്തരമൊരു സാഹചര്യത്തിൽ നാളെ നാം വായിക്കുന്ന വാർത്ത ഇപ്പോൾ മനോരമ തരുന്ന വാർത്തയിൽ നിന്നൊക്കെ വളരെ ഭിന്നമായ വാർത്തകൾ വന്നുകൂടായികയില്ല. അത്രത്തോളം അനിശ്ചിതത്വം ആ ക്യാമ്പിൽ ഇപ്പോഴുണ്ട് എന്നതാണ് സത്യം. കസ്തൂരി രംഗൻ വിജ്ഞാപനവുമൊക്കെയായി ബന്ധിപ്പിച്ച് വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലൂടെയാണ് കേരളം കടന്നുപോയത് എന്ന് നമുക്കറിയാം. കസ്തൂരി രംഗൻ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിലെ പ്രഥമ പരിഗണന അർഹിക്കുന്ന വാർത്താ വിഭവമായി മാറുമെന്നും ഏകദേശം ഉറപ്പായ സാഹചര്യത്തിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഉൽപ്പാദിപ്പിച്ച രക്തസാക്ഷികൾ ആരൊക്കെയാണ്? 28 ലക്ഷം മലയോര കർഷകരെ ബാധിക്കുന്ന പ്രശ്നമാണ് അത് എന്ന് പറയുമ്പോൾ അവരൊക്കെ രക്തസാക്ഷികളായി തീരാൻ പോകുന്നു. കല്യാണങ്ങൾ പോലും മാറ്റിവെക്കപ്പെടുന്നു കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ. വസ്തുവിന് വില ഇടിയുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിൽ ആ വാർത്തയും ഇന്ന് പത്രലോകം തന്നിരിക്കുന്നു. ഏതായാലും കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ ആദ്യ രക്തസാക്ഷി, അതേ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ലാതെ മാതൃഭൂമി തരുന്നത് കാണുക, PT തോമസ് ആണ് ആദ്യ രക്തസാക്ഷി. അദ്ദേഹം തുറന്ന് നിലപാടെടുത്തു. പള്ളിയും പട്ടക്കാരും എതിർത്തു. മലയോര കൃഷിക്കാരുടെ എതിർപ്പ് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതാ ഇപ്പോൾ സീറ്റുമില്ല, പാർട്ടി സ്ഥാനത്തിന് പിന്നിലാണ് അദ്ദേഹം നിൽക്കുന്നത്. PT തോമസ് കസ്തൂരി രംഗൻ്റെ ആദ്യ രക്തസാക്ഷി എന്ന ശീർഷകത്തിൽ ജോസഫ് മാത്യു തൊടുപുഴയിൽ നിന്നെഴുതുന്നു. അതിങ്ങനെ: 1.5 വർഷത്തോളമായി കേരളത്തിലും പ്രത്യേകിച്ച് ഇടുക്കിയിലും വിവാദങ്ങൾ നിറഞ്ഞ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ ആദ്യ രക്തസാക്ഷി ആവുകയാണ് ഇടുക്കി MP PT തോമസ്. ഇടുക്കി രൂപതയും മലയോരത്തെ വലിയൊരു വിഭാഗം ജനങ്ങളും PT തോമസിന് എതിരാവുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടായ തോന്നലാണ് സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ പോയതിന് പിന്നിൽ. അന്യഥാ അദ്ദേഹം തികച്ചും യോഗ്യനായിരുന്നു. ഒരുപക്ഷെ മത്സര രംഗത്ത് നിൽക്കുന്ന മറ്റ് പഴയ MP മാരെക്കാളും ഏറ്റവും കൂടുതൽ യോഗ്യൻ PT തോമസ് തന്നെയാണ്. പക്ഷേ ഭാഗ്യദോഷം കസ്തൂരി രംഗൻ്റെ
രൂപത്തിൽ അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. PT തോമസിന് ഇക്കാര്യത്തിലൊരു പ്രതികരണം ഉണ്ടാകാൻ ഇടയുണ്ടല്ലോ. അതേ സംബന്ധിച്ചും മാതൃഭൂമി PT തോമസിൻ്റെ പ്രതികരണവും ഒരു പെട്ടി വാർത്തയിൽ പ്രധാന വാർത്തയ്ക്കൊപ്പം തരുന്നു. അതിങ്ങനെ: പ്രതികരണം പിന്നീട് എന്നാണ് PT തോമസ് പറഞ്ഞിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ പറ്റി ഔദ്യോഗിക പ്രഖ്യാപനം വന്ന ശേഷം പ്രതികരിക്കാമെന്ന് PT തോമസ് MP പറഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകുന്നെങ്കിൽ നാളെ PT തോമസ് MPയുടെ പ്രതികരണമായിരിക്കും പ്രധാന വാർത്തയായി തീരാൻ പോകുന്നത്. കോൺഗ്രസിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കാനിടയുള്ള ഒരു പ്രതികരണമായി അത് മാറിക്കൂടായികയില്ല. കേരളത്തിൽ എല്ലാ പാർട്ടികളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ വയ്ക്കുന്ന ഒരു കാലമാണിത്. ഒരുപക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ അമൃതാനന്ദമയി ആശ്രമവുമായി ബന്ധിപ്പിച്ച് നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും അധികം വാർത്താ പ്രാധാന്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ പാർട്ടികളും സോഷ്യൽ മീഡിയയിൽ ലക്ഷ്യം വയ്ക്കുന്നു. ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിയാകട്ടെ സോഷ്യൽ മീഡിയയുടെ ഒരു ഉൽപ്പന്നവുമാണ്. ആ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയും നിരീക്ഷണത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന വാർത്ത ഇന്ന് പത്രലോകം എല്ലാ പത്രങ്ങളും ഗൗരവതരമായി തന്നിരിക്കുന്നു. അതിനും കണക്ക് പറയേണ്ടി വരും രാഷ്ട്രീയ പാർട്ടികൾ. കാണുക, വോട്ട് 2014 എന്ന മാതൃഭൂമിയുടെ പ്രത്യേക പേജ് തരുന്ന വാർത്ത: സോഷ്യൽ മീഡിയ പ്രചാരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി വേണം. പ്രത്യേക പ്രാധാന്യത്തോടെ പ്രത്യേക ടിൻഡ് ഇട്ടാണ് ആ വാർത്ത മാതൃഭൂമി നമുക്ക് എത്തിച്ചു തരുന്നത്. വിശദാംശങ്ങൾ കാണുക. സോഷ്യൽ മീഡിയയിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി നേടണമെന്ന് തമിഴ്നാട് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ പ്രവീൺ കുമാർ പറഞ്ഞു. സോഷ്യൽ മീഡിയ പ്രചാരണത്തിന് തയ്യാറെടുക്കുന്ന AIADMK ഭാരവാഹികളോട് ഇക്കാര്യം വ്യക്തമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. അത് തമിഴ്നാട്ടിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാൻ ഇടയില്ല എന്നാണ് ഈ വാർത്തയുടെ പ്രസക്തി നമ്മോട് പറയുന്നത്. RSP ലയിച്ച് ഒന്നായി UDFൻ്റെ എന്ന മഹാസമുദ്രത്തിലെ അന്തർധാരയായി മാറിയ സാഹചര്യത്തിൽ ഒരു പുതിയ RSP കൂടി ജനിക്കുന്ന കൗതുകകരമായ വാർത്ത. RSP ഇപ്പോൾ ഗൗരവതരമായ പരിഗണനയല്ല, കൗതുകകരമായ ഒരു വാർത്താ വിഭവമായി അധപ്പതിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ RSPയെ സംബന്ധിച്ച ഒരു വാർത്ത കാണുക. ഒരു RSP കൂടി രംഗത്ത് വരുന്നു. സ്വന്തം പാർട്ടിയുമായി ബാബു ദിവാകരൻ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം ഡോക്ടറാണ്. പഴയ ദിവാകരൻ മന്ത്രിയുടെ പുത്രനുമാണ്. ഒരു കാലഘട്ടത്തിൽ മന്ത്രിയുമായിരുന്നു. RSPയുടെ അനിഷേധ്യ നേതാവായ അദ്ദേഹം RSP മെലിഞ്ഞ് ഒടുവിൽ തൊഴുത്തിൽ കെട്ടി പിന്നീട് കോൺഗ്രസ്സായി പരിവർത്തനം ചെയ്തു. മെറ്റമോർഫസിസ്, രൂപാന്തരീകരണം സംഭവിച്ചു. ഏതായാലും ആ ബാബു ദിവാകരൻ പഴയ RSPയുടെ പറച്ചെണ്ടയുമായി തിരിച്ചു വരുന്നു. കാണുക, സ്വന്തം പാർട്ടിയുമായി ബാബു ദിവാകരൻ. RSPയുടെ തലമുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ബാബു ദിവാകരൻ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തകളിൽ. കോൺഗ്രസിൽ ചേർന്ന ശേഷം പൊതുപ്രവർത്തനത്തിൽ ഏറെയൊന്നും സജീവമല്ലായിരുന്ന അദ്ദേഹം പുതിയ RSP രൂപവൽക്കരിച്ചുകൊണ്ട് വീണ്ടും രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് തിരിച്ചു വരുന്നു. 2008 RSP-M സമാജ്വാദി പാർട്ടിയിൽ ലയിച്ചു. 2009 RSP-M പുനരുജ്ജീവിപ്പിച്ചു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSP-M കോൺഗ്രസിനെ പിന്തുണച്ചെങ്കിലും പാർട്ടിയെ തിരിച്ചെടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. തുടർന്നാണ് ഇദ്ദേഹം കോൺഗ്രസിൽ ചേർന്നത്. ഇത്തരം ചാക്രിക സഞ്ചാരങ്ങൾക്ക് ശേഷം ഇതാ ബാബു ദിവാകരൻ വീണ്ടും ഒരു RSPയുമായി രംഗത്ത് വരുന്നു. മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായി എന്ന് പറഞ്ഞതുപോലെ. മറ്റൊരു വാർത്ത ഇന്ന് വോട്ട് 2014 പേജ് നമുക്ക് തരുന്നത് വിദ്വേഷ പ്രസംഗങ്ങൾ. തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ വിദ്വേഷ പ്രസംഗങ്ങൾ പാടില്ല, അതിന് എതിരെ മാർഗനിർദ്ദേശങ്ങൾ വേണം എന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണമാണ്. ആ നിരീക്ഷണം മാതൃഭൂമി തരുന്നത് ഇപ്രകാരം: രാഷ്ട്രീയ മത സാമൂഹിക നേതാക്കൾ നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ തടയുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ ശുപാർശ ചെയ്യാൻ നിയമ കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. വിദ്വേഷ പ്രസംഗം എന്താണ് എന്ന് നിർവചിക്കാനും നിർദ്ദേശിച്ചു. ഇവ തടയുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരം നൽകാൻ പാർലമെൻറ്റിന് ശുപാർശ നൽകാൻ ജസ്റ്റിസ് BS ചൗഹാൻ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുതിയ ഒരു ജോലി കൂടി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു സുപ്രീം കോടതി. ഒരു നല്ല നിലപാട് തന്നെയാണത്. ഒടുവിൽ വീരേന്ദ്രകുമാർ സ്ഥാനാർത്ഥിയാവുക തന്നെ ചെയ്തു. തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്, നമുക്കറിയാം. അതുകൊണ്ട് സമിതി തീരുമാനിക്കട്ടെ എന്ന്
ഒഴിഞ്ഞു നിന്നയാളെ നിർബന്ധിച്ച് പിടിച്ചു കൊണ്ടുവന്ന് പാലക്കാട് ഏതായാലും സ്ഥാനാർത്ഥിയായി. തോൽക്കാൻ നല്ല സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ്. എങ്കിലും ജനതാദൾ സോഷ്യലിസ്റ്റിനകത്ത് ജയിക്കാൻ സാധ്യതയുള്ള ഏക സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ് നിർത്തിയിരിക്കുന്നത്. ഇനി അവിടെ തോറ്റമ്പിയാലും രാജ്യസഭയിലൂടെ അദ്ദേഹം പാർലമെൻറ്റിൽ എത്തുക തന്നെ ചെയ്യും. ഇതൊക്കെയാണ് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവെങ്കിൽ 1000 ഏക്കർ ഭൂമി സ്വന്തം കുടുംബത്തിനുണ്ട് എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു ജന്മി വിരോധി സോഷ്യലിസ്റ്റാണ് ഏതായാലും ഈ പത്രാധിപർ. അതുകൊണ്ടും തീർന്നില്ല, പത്രവും ചാനലും ഒക്കെയായി സവിസ്തരമായി ആനകളി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പത്രാധിപരുടെ ഒരു പുതിയ മുഖം വലിച്ചു കീറപ്പെടുന്നു. ദേശാഭിമാനി ഉചിത ഭംഗിയോടെ പൊതുവാർത്താ പേജിൽ സചിത്രമായി അത് തരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ അന്തരാള ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ നേതാവിനെ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി കാണുക. മത്സരിക്കുന്നത് വീരൻ്റെ ക്രൂരത പുറം ലോകമറിയാൻ ഒരു പുതിയ മത്സരാർത്ഥി പാലക്കാട് എത്തുന്നു. പാലക്കാട് വീരേന്ദ്രകുമാറിനെതിരെ മാതൃഭൂമി ലേഖകൻ, അദ്ദേഹം പത്രാധിപരായിരിക്കുന്ന മാതൃഭൂമിയുടെ ലേഖകൻ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നു. ആ വാർത്തയുടെ വിശേഷം കാണുക. UDF സ്ഥാനാർത്ഥി MP വീരേന്ദ്രകുമാറിനെതിരെ പാലക്കാട് ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് മാതൃഭൂമി ഗൗഹാത്തി ലേഖകൻ K. ശ്രീജിത്ത്. ഒരു വർഷമായി മാതൃഭൂമി ജീവനക്കാർ അനുഭവിക്കുന്ന മാനസിക പീഡനം ജനങ്ങളെ അറിയിക്കാൻ മറ്റൊരു പോംവഴിയുമില്ലാത്തതിനാലാണ് വീരേന്ദ്രകുമാറിനെതിരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ തീരുമാനിച്ചത് എന്ന് ശ്രീജിത്ത് ദേശാഭിമാനിയോട് പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഏഴക്കാട് സ്വദേശിയായ ശ്രീജിത്ത് കഴിഞ്ഞ ഒരു വർഷമായി ഗുവാഹത്തിയിലാണ് ജോലി ചെയ്യുന്നത്. ജനങ്ങൾക്ക് മുന്നിൽ ജനാധിപത്യവാദിയും സാംസ്കാരിക നായകനുമായി അറിയപ്പെടുന്ന മാതൃഭൂമി എഡിറ്റർ വീരേന്ദ്രകുമാർ ഒരു സമരത്തിൻ്റെ പേരിൽ മാതൃഭൂമിയിലെ ജീവനക്കാരെ അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് ശ്രീജിത്ത് പറയുമ്പോൾ ശ്രീജിത്ത് പിടിക്കുന്ന ഓരോ വോട്ടും ഈ പത്രാധിപരുടെ മരണമണി മുഴക്കുന്ന വോട്ടുകളായിരിക്കും. താനടക്കമുള്ള മാതൃഭൂമി ലേഖകർ അനുഭവിച്ച മാനസിക പീഡനം പറഞ്ഞറിയിക്കാവുന്നതല്ല. വീരേന്ദ്രകുമാറിൻ്റെ അപ്രീതിക്കിരയായി ഞങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ പുറത്തറിയിക്കാൻ മറ്റൊരു പോംവഴിയുമില്ല. ശമ്പളം ചോദിച്ച് സമരം നടത്തിയതിന് നിഷ്ഠൂരവും അതിക്രൂരവുമായിരുന്നു ഈ സോഷ്യലിസ്റ്റിൻ്റെ, ഈ അഭിനവ കപട സോഷ്യലിസ്റ്റിൻ്റെ പ്രതികാര നടപടി എന്നുകൂടി ശ്രീജിത്ത് പറയുന്നു. K. ശ്രീജിത്തിൻ്റെ ചിത്രവും ഈ വാർത്തയ്ക്കൊപ്പം തന്നെ ദേശാഭിമാനി തന്നിട്ടുണ്ട്. RSPയെ കാലുമാറ്റിയ സാഹചര്യത്തിൽ അതിൻ്റെ അന്തർഗതമെന്നോണം അധികാരത്തിൻ്റെ ഇടനാഴിയിൽ കിലുങ്ങിയ നോട്ട് കെട്ടുകളുടെ അല്ലെങ്കിൽ പണത്തിൻ്റെ അതിൻ്റെ ശക്തി എത്രയായിരുന്നു? ദേശാഭിമാനിയുടെ അതേ പുറത്തൊരു വാർത്ത കാണുക. അരങ്ങേറിയത് വൻഗൂഢാലോചന. RSPയെ കാലുമാറ്റിയത് MLA-മാരെ ചാക്കിലാക്കാൻ 73, 75 സുരക്ഷിത സ്ഥാനത്തേക്ക് UDF സഞ്ചരിക്കുന്നു. ശെൽവരാജിൽ നിന്ന് ആരംഭിച്ച ആ പ്രയാണം PC ജോർജിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആ പ്രയാണം RSPയിൽ എത്തി നിൽക്കുന്നു. M. രഘുനാഥ വാർത്ത തരുന്നത് കാണുക. RSP സംസ്ഥാന ഘടകം UDFിൽ ചേക്കേറിയതിന് പിന്നിൽ നേതാക്കളെയും MLA-മാരെയും പണമൊഴുക്കി ചാക്കിൽ കയറ്റുന്ന UDFിൻ്റെ കുതികാൽവെട്ട് രാഷ്ട്രീയം. 2 MLA-മാർക്ക് പകരം ഒരു സീറ്റ് എന്നാണ് RSP നേതാവ് NK പ്രേമചന്ദ്രന് ഇടനിലക്കാർ നൽകിയ വാഗ്ദാനം. കൂടാതെ കാലുമാറ്റത്തിന് ചരട് വലിച്ച ഉന്നതർ കാലുമാറ്റുന്നവരുടെ പേരിൽ കോടികളുടെ ഇടപാടും നടത്തിയിരിക്കുന്നു എന്ന് ദേശാഭിമാനി ആക്ഷേപിക്കുന്നു. PC ജോർജ് തെളിച്ച വഴിയിലൂടെ മാസങ്ങൾക്ക് ശേഷം ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും നടത്തിയ നീക്കമാണ് RSSനെ കൂടുമാറ്റത്തിലെത്തിച്ചത്. ഇതിനുള്ള അണിയറ നീക്കങ്ങൾക്ക് P. രാമകൃഷ്ണപിള്ളയും NK പ്രേമചന്ദ്രനും AA അസീസും RSPയിൽ ചരട് വലിച്ചു എന്നാണ് ദേശാഭിമാനി ഇപ്പോൾ പറയുന്നത്. സോണിയ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിച്ച ഒരു ഇടത് നേതാവിൻ്റെ ആ കാര്യത്തെ സംബന്ധിച്ച ഏറ്റുപറച്ചിലാണ് ജന്മഭൂമി തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ഇന്ന് നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട വാർത്ത. ആ വാർത്ത ജന്മഭൂമിയെ ലീഡാക്കിയിരിക്കുന്നു കാണുക. സോണിയയെ പ്രധാനമന്ത്രിയാക്കാൻ CPM ശ്രമിച്ചു. യെച്ചൂരിയുടെയാണ് ആ വെളിപ്പെടുത്തൽ. യെച്ചൂരിയും സോണിയയും നിൽക്കുന്ന ഒരു ഫയൽ ചിത്രവും വാർത്തയ്ക്കൊപ്പം ജന്മഭൂമി തന്നിരിക്കുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരം. സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ CPM ശ്രമിച്ചിരുന്നതായി മുതിർന്ന CPM നേതാവ് സീതാറാം യെച്ചൂരിയുടെ വെളിപ്പെടുത്തൽ. BJP വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ കോൺഗ്രസിനെയും ഇടതു പാർട്ടികളെയും ഒന്നിപ്പിക്കാൻ ചൈന നടത്തിയ പരിശ്രമങ്ങളുടെ ഫലമായിരുന്നു ഇത്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും CPM-ഉം തമ്മിലുള്ള അവിശുദ്ധ രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരിയാണ് വെളിപ്പെടുത്തിയത്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നായിരുന്നു ഈ നീക്കം. മാലോകർക്ക് മുഴുവൻ അറിയുന്നൊരു കാര്യമാണ്. അതീവ രഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്ന നിലയ്ക്ക് ജന്മഭൂമി പറയുന്നത്. ജന്മഭൂമി മാത്രമാണ് അത് അറിയാതെ പോയത് എന്ന് പറഞ്ഞാൽ നല്ല പത്രപ്രവർത്തനം നടത്താനുള്ള ആരും ജന്മഭൂമിയിൽ ഇല്ല എന്നാണ് അർത്ഥം. കാരണം തുറന്ന പിന്തുണയാണ്. ചരിത്രത്തിൻ്റെ അനിവാര്യത
എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രകാശ് കാരാട്ട് തുറന്ന പിന്തുണ അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയത്. സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് പറഞ്ഞ അസംഖ്യം നേതാക്കളിൽ ഒരാൾ മാത്രമാണ് യെച്ചൂരി. മറ്റ് വലിയ വലിയ നേതാക്കളെ വിട്ട് യെച്ചൂരി അപകടകരമായ എന്തോ ഒരു പരമരഹസ്യം പുറത്താക്കി എന്ന നിലയ്ക്ക് ജന്മഭൂമി എഴുതുമ്പോൾ എത്ര പ്രാകൃതമാണ്, എത്ര പ്രാക്തനമാണ് ജന്മഭൂമിയുടെ ഡെസ്ക് എന്ന് പറയാതെ വയ്യ. അബ്ദുള്ള കുട്ടിക്ക് ഇത് ചീത്തക്കാലമാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച വാർത്തകളിൽ തൊഴുകൈയോടെ പ്രാർത്ഥനാ നിരതനായി നിൽക്കുന്ന എന്നല്ല, കിടക്കുന്ന എന്നും പറഞ്ഞുകൂടാ, പാതി കിടക്കുന്ന അബ്ദുള്ള കുട്ടിയുടെ ചിത്രമടക്കം എല്ലാ പത്രങ്ങളും വാർത്ത തന്നിട്ടുണ്ട്. അബ്ദുള്ള കുട്ടിയെ ഡിവൈഎഫ്ഐക്കാർ തടഞ്ഞു. സംഘർഷം, പോലീസ് ലാത്തി വീശി. അബ്ദുള്ള കുട്ടി തൊഴുകൈയോടെ കിടക്കുന്ന ചിത്രവും തരുന്നുണ്ട്. മാതൃഭൂമിയുടെ 1-ാം പേജ് വാർത്ത. ബലാത്സംഗ കേസിൽ ആരോപണ വിധേയനായ MLA അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐക്കാർ AP അബ്ദുള്ള കുട്ടി MLA തടഞ്ഞു. അദ്ദേഹത്തിന് നേരെ കയ്യേറ്റവുമുണ്ടായി. തുടർന്നുണ്ടായ സംഘർഷത്തിലും ലാത്തിചാർജിലും ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബിജു കണ്ടക്കൈ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളായ മാധവി, KV ഉഷ എന്നിവർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 10 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. MLA സ്ഥാനം അബ്ദുള്ള കുട്ടി രാജിവെക്കണമെന്നാണ് ഡിവൈഎഫ്ഐയും തുടർന്ന് CPM-ന്റെ കണ്ണൂർ ജില്ലാ നേതാക്കളും പറയുന്നത്. PJ ജോസഫ് എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഇതേപോലെ സ്ത്രീയുടെ ആരോപണം തന്നെയാണ് ഉണ്ടായിരുന്നത്. പ്രമാദമായിരുന്നു ആ ആരോപണ വാർത്തകൾ. അന്ന് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചില്ല, മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചത്. കുരുവിള എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭൂമി ഇടപാട് കേസുമായി ബന്ധിപ്പിച്ച് ബന്ധുക്കളെ സഹായിക്കുന്നു എന്ന ആക്ഷേപം വന്നപ്പോൾ MLA സ്ഥാനം രാജിവെച്ചില്ല, മന്ത്രിസ്ഥാനം മാത്രം രാജിവെച്ചു. എന്തിന്? ഇടതുപക്ഷ ജോസ് തെറ്റയിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നീലച്ചിത്രങ്ങളുടെ രൂപത്തിൽ നാം എല്ലാം ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടു. എന്നിട്ടും MLA സ്ഥാനം രാജിവെച്ചില്ല. ധാർമ്മിക കാരണങ്ങൾ കൊണ്ട് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല, മറ്റധികാര കേന്ദ്ര സ്ഥാനങ്ങളാണ് രാജിവെക്കേണ്ടത് എന്ന് CPM തന്നെ തുറന്ന നിലപാട് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അബ്ദുള്ള കുട്ടി മാത്രം രാജിവെക്കണം എന്ന് പറയുന്നതിൻ്റെ പിറകിലുള്ള രാഷ്ട്രീയം മുൻ രാഷ്ട്രീയ നിലപാടുകളുമായി യോജിക്കുന്നതല്ല. മമതയ്ക്ക് ദേശീയ നേതാവാകണമെന്ന ആഗ്രഹം കലശലായ ഒരു നേതാവാണ്. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ ഇടയിൽ അതേ സംബന്ധിച്ചൊരു വാർത്ത വരുന്നു. ഹസാരെ വന്നില്ല, ആരും വേണമെന്നില്ല എന്ന് മമതയുടെ ഡൽഹി റാലിയിൽ ഹസാരെയും ആൾക്കൂട്ടവും വിട്ടുനിന്ന വാർത്തയാണ് ജനകീയം 2014 പേജ് മനോരമയുടെ പേജ് നമുക്ക് എത്തിച്ചു തരുന്നത്. അണ്ണാ ഹസാരെ യോഗത്തിന് ചെന്നില്ല എന്നത് ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു മമതാ ബാനർജിക്ക്. ഏതായാലും മമതാ ബാനർജിയുടെ ആ യോഗത്തിൽ മമതാ ബാനർജിയുടെ ഒരു പ്രസ്താവനയുണ്ട്, ഒരു പ്രഖ്യാപനം, പ്രസംഗ ഭാഗം. അത് ഹിന്ദു വലിയ വാർത്തയാക്കി 1-ാം പേജിൽ തന്നിരിക്കുന്നു. ലീഡ് വാർത്ത. ഗുജറാത്ത് ഹാസ് എ കമ്മ്യൂണൽ ഫേസ്. മമത പറയുന്നു ഗുജറാത്തിന് വർഗീയമായൊരു മുഖമാണുള്ളത്. ആ വർഗീയ മുഖം ഗുജറാത്ത് ജനതയുടേതല്ല, മറിച്ച് അതിനെ നയിക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നരേന്ദ്രമോദിയുടെ മുഖം തന്നെയാണ് കമ്മ്യൂണൽ മുഖം, വർഗീയ മുഖം എന്ന് മമതാ ബാനർജി പറയുമ്പോൾ നരേന്ദ്രമോദിയിൽ നിന്ന് 1000 കാതം അകലേക്ക് അവർ സഞ്ചരിക്കുന്ന വാർത്തയും ഇന്ന് ഹിന്ദുവിൽ നമുക്ക് തന്നിരിക്കുന്നു. കേരള തലസ്ഥാനം തിരുവനന്തപുരം കൗമാരകലയുടെ തലസ്ഥാനമായി മാറിയിരിക്കുന്ന വാർത്ത കേരള കൗമുദി അവസാന പുറത്ത് സചിത്രമായി തരുന്നു. തലസ്ഥാനത്ത് കലയുടെ ഉത്സവത്തിന് ശുഭാരംഭം. 7 തിരിയിട്ട നിലവിളക്ക് തെളിഞ്ഞു. കലയുടെ ശ്രീകോവിലുകളായി മാറിയ കലാലയങ്ങളിൽ നൂപുരധ്വനികൾ ഉയർന്നു. പുതിയ പ്രതിഭയുടെ തിലകത്തിൻ്റെയും ഉദയത്തിനായി കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൻ്റെ വേദികൾ ഉറങ്ങാതിരിക്കും. അത് ഇന്നലെ അതിൻ്റെ അരങ്ങേറ്റം തുടങ്ങി എന്ന കാര്യമാണ് പത്രലോകം ഇന്ന് നമുക്ക് തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് നാം കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സുപ്രീം കോടതിയുടെ നിരീക്ഷണമാണ്. ദയാഹർജി ഉത്തരവ് പുനഃപരിശോധിക്കില്ല എന്ന് സുപ്രീം കോടതി നിലപാടെടുക്കുമ്പോൾ മാനുഷികമായ സുപ്രീം കോടതിയുടെ മുഖം നമ്മുടെ പ്രേക്ഷകർ കാണുക. മംഗളം 1-ാം പേജിലെ 1-ാമത്തെ വാർത്ത. ദയാഹർജി ഉത്തരവ് പുനഃപരിശോധിക്കില്ല സുപ്രീം കോടതി. ദയാഹർജി തീർപ്പാക്കുന്നതിലുണ്ടാകുന്ന കാലതാമസം വധശിക്ഷ ഇളവിയാൻ മതിയായ കാരണമാണെന്ന വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയ വാർത്തയാണ് നാം ഇന്ന് കാണുന്നത്. മറ്റൊരു വാർത്ത, ഇന്ന് നാം കാണേണ്ട ഒരു വാർത്ത ദേശാഭിമാനിയുടെ ലീഡ് വാർത്തയാണ്. സലീം രാജിൻ്റെ ഭൂമി തട്ടിപ്പ് മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്വമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഗൺമാൻ ഉമ്മൻ. മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത പരാമർശങ്ങൾ. സലീം രാജിനെ നാട്ടുകാർ പിടിച്ചത് മാധ്യമ സൃഷ്ടിയോ? പിടിക്കപ്പെടുന്നതുവരെ അധികാരത്തിലിരുന്നിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് ഇപ്പോഴത്തെ രീതി. സലീം രാജിൻ്റെ ഫോണല്ലേ മുഖ്യമന്ത്രി ഉപയോഗിച്ചത് എന്നൊക്കെ ഹൈക്കോടതി ജഡ്ജി ചോദിക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഇതേ ജഡ്ജിയുടെ ചില വാക്കുകളുടെ മറ പിടിച്ച്
മുമ്പ് പ്രോസിക്യൂഷൻ രക്ഷപ്പെട്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിഴുങ്ങി അധികാരത്തിൻ്റെ കസേരയിൽ ഒരു കൊടിച്ചി പട്ടിയെ മാതിരി ഇരിക്കേണ്ട ഗതികേടാണ് ഈ വാർത്തയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയാകുമ്പോൾ ഗതികേടിന് പഞ്ഞമൊന്നും ഉണ്ടാകുകയുമില്ല. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. 49 ദിവസത്തെ അധികാരാരോഹണത്തിന് ശേഷം ദില്ലിയിൽ നിന്ന് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കേജ്രിവാൾ രാജിവെച്ച് പുറത്തുപോയി. അടവ് മാറ്റി ചുവടുറപ്പിച്ച് ആം ആദ്മി രംഗം പിടിക്കുന്നു എന്ന നിലയ്ക്കുള്ള ഷൈൻ മോഹൻ്റെ നിരീക്ഷണമാണ് ഇന്ന് മാതൃഭൂമിയുടെ എഡിറ്റ് പേജ് തരുന്ന ലേഖനം. കാണുക. ഡൽഹിയിലെ അതേ ചൂലുകൊണ്ട് രാജ്യം മുഴുവൻ തൂത്തുവാരാനാവില്ല എന്ന് ആം ആദ്മി പാർട്ടിക്കാർക്കറിയാം. അതുകൊണ്ട് തന്നെ ആവനാഴിയിലെ പുതിയ വജ്രായുധങ്ങളുമായാണ് ആം ആദ്മി പാർട്ടി ദേശീയ രാഷ്ട്രീയത്തിൽ കച്ചമുറുക്കിയത്. വൈദ്യുതിയും വെള്ളവുമാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയെ അധികാരത്തിലെത്തിച്ചതെങ്കിൽ പൊതു തിരഞ്ഞെടുപ്പിനിറങ്ങുമ്പോൾ പ്രകൃതിവാതകമാണ് പാർട്ടിയുടെ മുഖ്യ ആയുധം. റിലയൻസിനെതിരെ വെടിപൊട്ടിച്ചുകൊണ്ട് ദില്ലിയിൽ അധികാരമൊഴിഞ്ഞ ആം ആദ്മി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും അംബാനിയെ തന്നെ മുഖ്യ ശത്രുവായി പ്രതിഷ്ഠിക്കുന്നു. പൊതു തെരഞ്ഞെടുപ്പിലെ കന്നിക്കാരായ ആം ആദ്മിക്ക് ഡൽഹി ആവർത്തിക്കാനാകുമോ എന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത് എന്ന് ഈ ലേഖനത്തിൽ ഷൈൻ മോഹൻ വാദിക്കുന്നു. ഇനി ഇന്നത്തെ കാർട്ടൂൺ. കോൺഗ്രസിൻ്റെയും BJPയുടെയും നേതൃത്വത്തിലുള്ള മുന്നണികളാണ് ഇപ്പോഴും ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തം, സജീവം. എന്നാൽ 14 പാർട്ടികളുടെ മൂന്നാം മുന്നണിയും രംഗത്തുണ്ട്. അതിനെന്ത് പ്രസക്തിയാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്? ഈ കാർട്ടൂൺ കാണുക. കോൺഗ്രസ് BJP പാർട്ടികളുടെ അധികാര കേന്ദ്രത്തിലേക്ക് ബദൽ ശക്തിയായ മൂന്നാം മുന്നണി നേതാക്കൾ പൊയ്ക്കുതിരകളുമായി എത്തുന്ന കാർട്ടൂൺ കേശവ് ഹിന്ദുവിൽ തരുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ആനയോട്ട മത്സരം എന്നാൽ ആനകൾ സ്വയം നടത്തുന്ന ഒരു ഓട്ട മത്സരമൊന്നുമല്ല എന്ന് നമുക്കറിയാം. മറിച്ച് പാപ്പാന്മാരും ഉത്സാഹ കമ്മിറ്റി അംഗങ്ങളും ആനകളെ കൊണ്ട് നടത്തിക്കുന്ന ഒരോട്ടമാണത്. ഈ ചിത്രം കാണുക. ഇന്നലെ ഗുരുവായൂർ ആനയോട്ട മത്സരമായിരുന്നു. ചിത്രത്തിൽ കാണുന്നത് 1ാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന കൊമ്പൻ രാമൻകുട്ടിയാണ്. രാമൻകുട്ടിയുടെ ചിത്രം ജന്മഭൂമി 1ാം പേജിൽ ആദ്യ ചിത്രമായി നമുക്ക് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ. ഗുഡ് ബൈ.